നമസ്കാരം. മലയാളി പ്രേക്ഷകരെ പാട്ടിലേക്ക് അടുപ്പിച്ച ഒരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോ തന്നെയാണ് ഫ്ലവേഴ്സ് ചാനലിലെ ടോപ്പ് സിംഗർ. അതിലെ കൊച്ചു പാട്ടുകാരുടെ പാട്ട് മാത്രമല്ല പ്രേക്ഷകരെ വശീകരിച്ചത്, അവരുടെ കൊച്ചു കൊച്ചു കുസൃതികളും കുറുമ്പും കുന്നായ്മകളും കൊച്ചുവായിലുള്ള വലിയ വർത്തമാനങ്ങളുമൊക്കെ പ്രേക്ഷകരെ വലിയ തോതിൽ ആസ്വദിപ്പിച്ചു. അവരെ വൈകുന്നേരങ്ങളിൽ ഒരു സന്തോഷം അവർക്ക് പകർന്നു നൽകി എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ടോപ്പ് സിംഗർ 5ാം സീസണിലേക്ക് എത്തിയിരിക്കുന്നത്. 1, 2, 3, 4 സീസണുകളിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കൊച്ചു പാട്ടുകാർ വന്നു പോയിട്ടുണ്ട്. അവർക്ക് സ്നേഹം പകർന്ന, അവരെ രസിപ്പിച്ച കുസൃതികൾ കൊണ്ട് അല്ലെങ്കിൽ പാട്ടുകൊണ്ട്, കുറുമ്പ് കൊണ്ട്, വർത്തമാനങ്ങൾ കൊണ്ടൊക്കെ മലയാളി പ്രേക്ഷകരെ വശീകരിച്ച ഒരുപാട് കൊച്ചു കുറുമ്പുകൾ വന്നു പോയിട്ടുണ്ട്. അവരിൽ വാക്കുട്ടിയും മേധാമെഹറും മിയയും മേഘനക്കുട്ടിയും കാർത്തികക്കുട്ടിയും ബാബുക്കുട്ടനും അങ്ങനെ ഒരുപാട് കൊച്ചു പാട്ടുകാർ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അങ്ങനെ ടോപ്പ് സിംഗർ 1, 2, 3, 4 കഴിഞ്ഞപ്പോഴിതാ ടോപ്പ് സിംഗറിൻ്റെ 5ാമത്തെ സീസൺ എത്തിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ സീസണുകളിലൊക്കെ പലപ്പോഴായും മുൻപ് വന്നുപോയ കൊച്ചു പാട്ടുകാർ വീണ്ടും എത്തി പ്രേക്ഷകരെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ സീസൺ 5ൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് 2 കുരുന്നുകളാണ് എത്തിയത്. മിയക്കുട്ടിയും അതുപോലെ തന്നെ മേഘനക്കുട്ടിയും. കഴിഞ്ഞ സീസണുകളിലൊക്കെ പ്രേക്ഷകർക്ക് ഒരുപാട് സന്തോഷം പകർന്ന, ഒരുപാട് അവരെ ആനന്ദിപ്പിച്ച, പാട്ടിലൂടെയും കുസൃതിയിലൂടെയും ഒക്കെ ആനന്ദിപ്പിച്ച 2 കുരുന്നുകൾ തന്നെയായിരുന്നു മേഘനയും മിയക്കുട്ടിയും. അതുകൊണ്ട് തന്നെ അവരുടെ സീസൺ 5ലേക്കുള്ള വരവ് പ്രേക്ഷകരെ വലിയ തോതിൽ ആകർഷിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇനിയും വരാനിരിക്കുന്നവരിൽ ബാബുക്കുട്ടൻ സീസൺ 5ൽ 2ാം ഭാഗത്തിലേക്ക് ഗസ്റ്റായി എത്തുമെന്നറിയുന്നു. അതുപോലെ മേധാമെഹറും വാക്കുട്ടിയും കാർത്തികക്കുട്ടിയും ഒക്കെ സീസൺ 5ൽ പലപ്പോഴായി ഒരു പ്രത്യേക സെഗ്മെൻറ്റിൽ കൂട്ടിമുട്ടും എന്നാണ് അറിയുന്നത്. എന്തായാലും ടോപ്പ് സിംഗർ സീസൺ 5 ഏറ്റവും ശ്രദ്ധേയമായ ഒരു പതിപ്പാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഫ്ലവേഴ്സ്. അതുകൊണ്ട് തന്നെ പഴയകാല കൊച്ചു പാട്ടുകാരെ, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട പഴയകാല പാട്ടുകാരെ അണിനിരത്തിക്കൊണ്ടൊരു സെഗ്മെൻറ്റ് തന്നെ ഫ്ലവേഴ്സിൽ വരുന്നുണ്ട് എന്നാണ് അറിയുന്നത്. തീർച്ചയായിട്ടും കൊച്ചു പാട്ടുകാർ, മുൻപ് പാടിപ്പോയ കൊച്ചു പാട്ടുകാരെ വീണ്ടും കാണുവാനുള്ള ഒരവസരം, അതുപോലെ തന്നെ ടോപ്പ് സിംഗർ 5ലെ മിടുമിടുക്കന്മാരായ പാട്ടുകാരെ വീണ്ടും കാണുവാനുള്ള അവസരം, അങ്ങനെ 2 സീസണുകൾ, 2-3 സീസണുകളിലെ സമാഗമത്തിനു കൂടി ടോപ്പ് സിംഗർ 5 വേദിയാകുന്നു എന്നുള്ളത് പ്രേക്ഷകർക്ക് വലിയ തോതിൽ സന്തോഷം പകരുന്ന കാര്യം തന്നെയാണ്.